നമസ്കാരം. എല്ലാവരോടുമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ അച്ഛനമ്മമാരും ഓരോ അച്ഛനമ്മമാരും നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ അന്ന് തൊട്ട് നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം അവർക്ക് വേണ്ടിയാണ്. ഊണിലും ഉറക്കത്തിലും ഓരോ ശ്വാസത്തിലും നമ്മൾ അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസയും അവരുടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ രക്ഷകർത്താക്കളും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ചിലവാക്കുന്നു. അവരുടെ പഠനകാര്യങ്ങൾക്ക്, അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട്, അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട്, മെയിനായിട്ട് അവരുടെ പഠനകാര്യങ്ങൾക്കെല്ലാം രക്ഷകർത്താക്കൾ ഒരുപക്ഷെ കയ്യിലില്ലെങ്കിൽ പോലും കടം വാങ്ങിയപ്പോലും അവർ നടത്തിയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന പ്രതീക്ഷയോടുകൂടി. പിന്നെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കാശ് മിച്ചം വെച്ചിട്ട് അവർ ഓരോ സമ്പാദ്യങ്ങളുണ്ടാക്കുന്നു. അതെന്തിനാണ്? ഭാവിയിലേക്ക് തങ്ങളെ കൊണ്ടൊക്കുന്ന സമ്പാദ്യങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് ആണ് അവരുടെ സന്തോഷം. അതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് മിച്ചം വെച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നു. അവരവരുടെ കഴിവിനനുസരിച്ച രീതിയിലെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നു. ഭാവിയിലേക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട്. എത്രമാത്രമാണ് ഒരു മാതാപിതാക്കൾ സ്വന്തം മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മാതാപിതാക്കൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭാവിയിൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ തലമുറ നമുക്കറിയാം, അവരുടെ കാര്യം തന്നെ നോക്കാൻ അവർക്ക് സമയമില്ല. അപ്പോൾ ഈ രക്ഷകർത്താക്കൾ ഒരു ദിവസം അവർ പ്രായമായി ഒരു ദിവസം വീണു പോയാൽ അവരെ ഒരു ദിവസം നോക്കാൻ, അല്ലെങ്കിൽ ഒരു നേരം പോലും അവരുടെ കാര്യങ്ങൾ നോക്കാൻ മക്കൾക്ക് സമയം കിട്ടുന്നില്ല ഇന്ന് തന്നെ. അപ്പോൾ വരും കാലങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഓരോരുത്തരും രക്ഷകർത്താക്കൾ വീണുപോയാൽ അവരെ നോക്കാൻ വയ്യാതെ എന്ത് ചെയ്യുന്നു? ശമ്പളം കൊടുത്തിട്ട് ഒരു ആൾക്കാർ വെക്കുകയാണ്. 10,000-15,000 20,000 ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്കാരുണ്ട്, വന്ന് നിൽക്കും. ഫുള്ള് നിൽക്കുന്നവരുണ്ട്, രാത്രിയും പകലും നിൽക്കുന്നവരുണ്ട്, ചിലപ്പോൾ പകൽ മാത്രം നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മക്കളുടെ കാശ് കൊടുത്തിട്ടാണ് ഇത് അവർ നിർത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ഒരുപക്ഷെ മക്കൾക്ക് അതും ബുദ്ധിമുട്ടാകും. കാരണം തങ്ങളുടെ കാശ് കൊടുത്ത് ഈ രക്ഷകർത്താക്കളെ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടി ആൾക്കാരെ നിർത്തുന്നത് പോലും ഒരുപക്ഷെ ഭാവിയിൽ ഈ മക്കൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഓരോ അച്ഛനമ്മമാരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വീണുപോയാൽ നമ്മളെ നോക്കാൻ ഇതേപോലെ ആരെങ്കിലുമൊക്കെ നിർത്തുമ്പോൾ അവർക്കുള്ള പൈസ കൊടുക്കാൻ നമ്മുടെ മക്കളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ സമ്പാദ്യങ്ങൾ കുറേയൊക്കെ നമുക്കായിട്ട് സൂക്ഷിച്ചാൽ ഒരുപക്ഷെ അതെങ്കിലും എടുത്ത് അവർക്ക് കൊടുക്കാം. അതുകൊണ്ട് മക്കളോട് സ്നേഹം വേണം. സ്നേഹം വേണ്ടെന്നല്ല, അവർക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരവരുടെ കാര്യം കൂടി ഓരോ മാതാപിതാക്കൾ ഓർക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആവതുള്ളപ്പോൾ അച്ഛനും അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നു. അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സമ്പാദ്യങ്ങളും മക്കൾക്ക് കിട്ടാൻ അവരെ കൊണ്ട് കടകളിൽ കിടക്കുന്ന പല പല സാധനങ്ങളും വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. പൈസ സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പൈസ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അവരെ കൊണ്ട് ആവതുള്ള നാളില്ല അപ്പോൾ മക്കൾ അവരോട് ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ നിൽക്കും. പക്ഷെ അവരൊന്ന് വീണുപോയാൽ ഈ മക്കളുടെ അവസ്ഥയെല്ലാം, ഈ ചിരിയും കളിയും എല്ലാം പോവും. അപ്പോൾ ഈ മക്കൾ തമ്മിൽ മത്സരമായിരിക്കും. എന്തിനാണെന്നറിയാമോ? നീ നോക്ക്, നിനക്ക് നോക്കിയാൽ എന്താ, ഞാൻ മാത്രമുള്ള നോക്കാൻ. അങ്ങനെ ഈ മക്കൾ തമ്മിൽ അടിയാവും. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഓർക്കുക, കുഞ്ഞുങ്ങൾ നമ്മുടേതാണ്. അവരെ സ്നേഹിക്കാൻ നമ്മൾ എന്നും കടമപ്പെട്ടവരാണ്. നമുക്കുള്ള സമ്പാദ്യം നമ്മുടെ മക്കൾക്ക് തന്നെയാണ്. പക്ഷേ ഭാവിയിൽ നമ്മൾ ഒന്ന് കിടന്നു പോയാൽ ഒരു നേരം ആഹാരം സ്വയം വാരിക്കഴിക്കാനാവുന്നില്ല, മലമൂത്ര വിസർജനം ചെയ്യാനൊക്കെ പോലും പോകാൻ നമുക്ക് സാധിക്കുന്നില്ല, കിടന്നിടത്തുനിന്ന് തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ആണ് നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്നത്. അന്ന് നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മളിവിടെ കാണണമെന്നില്ല. അത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് കുറച്ചൊക്കെ സമ്പാദ്യം നമുക്കായി കരുതി വെക്കുക, ഭാവിയിൽ നമുക്ക് വേണ്ടിയിട്ട്.